السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ആഴ്ചകളായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ ദുആകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു വരികയാണ് അല്ലെ. വ്യത്യസ്തങ്ങളായ ദുആകൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ദുആകൾ നാം പറയുന്നുണ്ട്. പ്രവാചകന്മാർ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകൾ, അതിന് പ്രത്യേകതയുണ്ട്, അതിലെ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ആ ദുആകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ദുആ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ ഒരുപാട് ദുആകൾ പറഞ്ഞു. അത് ഓരോരുത്തരും മനഃപ്പാഠമാക്കേണ്ടതുണ്ട്, കാണാതെ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അതിനുള്ളവരാണ്. നമ്മളോട് ഒരു സമയം അതിനുവേണ്ടി നമ്മൾ കൊടുക്കണം, അത് ഹിഫ്ള് ചെയ്യാൻ. അക്കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം ആകുന്ന പ്രവാചകനെ പരീക്ഷണങ്ങൾ കൊണ്ട് മൂടുകയും ഓരോ പരീക്ഷണത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കുകയും ചെയ്തു. അതായത് അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണവും ഏറ്റെടുത്ത് ആ പരീക്ഷണത്തിൽ പതറാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിലകൊണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്നേഹനിധിയായ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. അതിനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തിന് വേണ്ടി നാട്ടുകാരിലേക്ക് ഇറങ്ങി. ഇബ്രാഹിം നബിയുടെ ദഅവത്ത് ശക്തമായിരുന്നു. തൗഹീദിന് വേണ്ടി ശക്തമായിരുന്നു. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത തൗഹീദ്, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത പ്രബോധനം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബ്രാഹിം ഒരു പ്രസ്ഥാനമാണെന്ന് അല്ലാഹു പറഞ്ഞത്. ഇബ്രാഹിം നിങ്ങൾക്ക് മാതൃകയാണെന്ന് അല്ലാഹു പറഞ്ഞത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹു ഇത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നബിയെ താങ്കൾ പിൻപറ്റണമെന്ന് അല്ലാഹു പറയാൻ കാരണം, പൂർണ്ണനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ ദഅവത്തിന്റെ വിഷയത്തിലും മറ്റും. ഇത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റണം. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ, മൂഢനല്ലാതെ വിഡ്ഢിയല്ലാതെ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് തിരിഞ്ഞു പോകില്ല. ആ രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു വാചാലമായി. ദഅവത്തിന്റെ രംഗത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടിലേക്ക് ഇറങ്ങി. വീട്ടുകാരോട് തുടങ്ങി, ബാപ്പാനോട് ദഅവത്ത് ചെയ്തു. ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാക്ക് അറിയാത്തതൊക്കെ ചിലത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ബാപ്പ പഠിക്കാത്തതും ബാപ്പ മനസ്സിലാക്കാത്തതും ഒരുപാട് കാലമായിട്ടുണ്ടാവും ബാപ്പ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ കാലം ബാപ്പ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടാവാം. ഭൗതികമായ ഒരുപാട് പരിജ്ഞാനം ഒരുപക്ഷെ ബാപ്പാക്ക് ഉണ്ടാവാം. പക്ഷേ ബാപ്പ, അള്ളാഹുവിനെ കൂടാതെ ബാപ്പ ഈ വിളിച്ചു തേടുന്ന വിഗ്രഹങ്ങൾ, അസ്നാമുകൾ, എന്തിനാണ് അവരെ വിളിക്കുന്നത്? അവർ കേൾക്കൂല എന്ന് നിങ്ങൾക്കറിയാം, അവർ കാണൂല എന്നറിയാം, അവർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യൂല എന്നറിയാം. എന്തിനാണ് ബാപ്പ? പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഒരു സംസാരം, ഒരു ദാഇക്ക് എങ്ങനെയാവണം അവൻ ദഅവത്ത് ചെയ്യേണ്ടത്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചുകൊണ്ട് അവരോടുള്ള ബഹുമാനത്തെ നിലനിർത്തി വാക്കുകൾ സൂക്ഷിച്ച് ദഅവത്ത് ചെയ്യണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് ചെയ്ത ദഅവത്ത് അതിന് മാതൃകയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട ഉപ്പ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ. ബാപ്പ അറിയാത്ത ചിലതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പിൻപറ്റി ഈ വിഷയത്തിൽ.
വിഗ്രഹങ്ങൾ ആരാധിക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതാണ് സത്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വാപ്പ. ആ ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഫത്തബിഅനി, എന്നെ പിൻപറ്റ്, അഹ്ദിക സിറാത്തൻ സവിയ, യഥാർത്ഥമായ റൂട്ട് ഞാൻ കാണിച്ചു തരാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാനോട് തുടങ്ങുക. അങ്ങനെ പറഞ്ഞു, ബാപ്പ യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ താങ്കൾക്ക് വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതും ദഅവത്തിന്റെ മാതൃകയാണ്. അതായത് നമ്മൾ ദഅവത്ത് ചെയ്യുന്ന ആളുകളോടുള്ള നസീഹത്ത്, എന്റെ ബേജാറ് നിങ്ങൾ നരകത്തിൽ പോകുമല്ലോ എന്നുള്ളതാണ്. ബാപ്പാനോടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു നസീഹത്താണത്. ഇന്നി അഖാഫ്, ഞാൻ പേടിക്കുന്നു. അല്ലാതെ എനിക്ക് നിങ്ങളോട് ജയിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അറിവുള്ള ഒരാളാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംഭവമാണെന്ന് ഒന്നുമല്ല. ഇന്നി അഖാഫു, ഞാൻ പേടിക്കുന്നു. റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിൽ നിന്നുള്ള അദാബ് നിങ്ങൾക്ക് വരുമല്ലോ എന്നുള്ള പേടിയിരിക്കുന്നത്. നമുക്ക് കുടുംബക്കാരോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ നസീഹത്ത് അതാവണം ദഅവത്തിന്റെ വിഷയത്തിൽ. അല്ലാതെ വേറൊന്നുമല്ല, ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ ആളാണ് അതുകൊണ്ട് അല്ലല്ല. എല്ലാവരോടും ഒരുപോലെ നമുക്ക് നസീഹത്ത് എന്താണ്? നമ്മൾ തൗഹീദ് പറയുന്നത്, അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ ക്ഷണിക്കുന്നതിന്റെ കാരണം നിങ്ങൾ വപിച്ചത് വലിയ ശിർക്കിലാണ്, വലിയ വലിയ പാതകത്തിലാണ്. അള്ളാഹു ഒരിക്കലും മാപ്പാക്കാത്ത, നാളെ ആഖിറത്തിൽ കാലാകാലം നരകത്തിൽ നിങ്ങളെ കടത്തുന്ന ഒരു പാതകമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ബേജാറുണ്ട്, നാളെ കാലാകാലത്ത് നരകത്തിൽ നിങ്ങൾ ചെന്ന് പതിക്കുമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം, അള്ളാഹിനെ മാത്രം വിളിക്കണം. നസീഹത്താണ്, അതല്ലാതെ വേറൊന്നുമില്ല. നമുക്ക് ആരോട് വെറുപ്പ്, എന്തിന്റെങ്കിലും പേരിൽ നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല, ആരോടില്ല. അവർ നമുക്ക് എന്തെങ്കിലും തരണോ? വേണ്ട. അത് അവർ നമ്മളുള്ളിടത്തേക്ക് വരണോ? വേണ്ട. ഈ ഒരു ആദർശത്തെ അവർ പിൻപറ്റിയാൽ മതി, അവരെവിടെയായാലും ഈ ഒരു ആദർശത്തെ പിൻപറ്റണം. കാരണം ഈ ആദർശമാണ് അവരെ നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടുത്തുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ എനിക്ക് പേടിയാകുന്നുണ്ട്, ബാപ്പാനെ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കുമെന്ന്. ഇതൊക്കെ പറഞ്ഞപ്പോ ബാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇബ്രാഹിം റാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീ എന്റെ ഇലാഹുകളൊക്കെ ഒഴിവാക്കണം. ലഅർജുമന്നക ലഇൻ ലം തൻതഹി, നീ ഇതിൽ നിന്ന് വിട്ടിട്ടില്ല എങ്കിൽ, നീ ഇത് ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ലഅർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കും. മാത്രമല്ല എൻ്റെ അടുത്ത് നിൽക്കാൻ പാടില്ല, എൻ്റെ അടുത്ത് നിന്ന് മാറിക്കൊള്ളണം, വേറെ എവിടെങ്കിലും പോയിക്കൊള്ളണം. ബാപ്പാന്റെ താക്കീതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ആ ചിത്രം കാണുന്ന പ്രിയപ്പെട്ടവരെ, ദഅവത്തിന്റെ വിഷയം അള്ളാഹിനെ പറയാനാണ് ഇറങ്ങുന്നത്. വേറെ ഒരു ലക്ഷ്യം ഇബ്രാഹിം നബിക്കില്ല. ജനങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചോണ്ടിരിക്കുകയാണ്, പ്രശ്നത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഇടപെടിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും ഇന്നടുത്ത് പോയാൽ മതി, ഇന്ന തങ്ങളടുത്ത് പോയാൽ മതി, ഇന്ന ജാറത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ജാറങ്ങളാണ്, എവിടെ നോക്കിയാലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഇവർക്ക് അള്ളാഹിനെ അറിയോ? അറിയാം. എന്നാ ഇവർക്ക് അള്ളാഹിനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഇബ്രാഹിം നബിന്റെ ഖൗമ് മുഫസ്സിറുകൾ വിശദീകരിച്ചു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്ന ചോദ്യം, ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്യുന്ന ഖൗമിന് റബ്ബ് ആര് എന്ന ബോധ്യമുണ്ട്, അവരുടെ റബ്ബ് അള്ളാഹു ആണെന്ന ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നത്, ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളുടെ റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങൾക്ക് ആ റബ്ബ് മാത്രം പോരെ? എന്തിനാണ് ഈ ഇലാഹുകൾ? എന്തിനാണ് ഈ ജാറങ്ങൾ? എന്തിനാണ് ഈ മശായിഖന്മാർ? എന്തിനാണ് ഈ ഷെയ്ഖന്മാർ? നിങ്ങൾ പഠിച്ചു വെച്ച, നിങ്ങൾ അറിഞ്ഞൊരു റബ്ബ് നിങ്ങൾ എടുത്തില്ലേ? ആ റബ്ബ് മാത്രം പോരെ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം അതാണ്. അവർക്കറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്നിറങ്ങി നാട്ടുകാരോട് തുടങ്ങി യുദ്ധം, തൗഹീദി യുദ്ധം. നമ്മളും യുദ്ധത്തിലാണ്, ആദർശം കൊണ്ട് അല്ലെ? യുദ്ധത്തിൽ, ശക്തമായ യുദ്ധത്തിലാണ്, ആദർശം കൊണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നവർ ഭൂമിയിൽ ഉണ്ടാവരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രവാചകന്മാരുടെ വളീഫയും അതായിരുന്നു അല്ലെ? വളീഫത്തുൽ അംബിയ. പ്രവാചകന്മാരും അതിനുവേണ്ടി ജീവിച്ചവരാണ്. അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. അള്ളാഹുവിനെ മാത്രം വിളിക്കണം, ഇലാഹായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ,
റബ്ബായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കേണ്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇസ്തിഗാസ ചെയ്യപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇസ്തിആന ചെയ്യേണ്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ വേറെ ഒന്നുമില്ല. അവിടെ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല. ഒരു അങ്ങനെയില്ല, ഒരു ഇങ്ങനെയില്ല. അവിടെ ഒരു വകുപ്പ് ഉണ്ടാക്കലില്ല. പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആവാട്ടോ, അല്ലെങ്കിൽ ഈ വകുപ്പില ഇല്ല. ദഅവത്തിന്റെ വിഷയത്തിൽ ഇല്ല. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് തേടുന്നുണ്ടോ അവരെല്ലാം ഔട്ടാണ്. അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ മാലോകർക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഉപമ, ഒരു ഉദാഹരണം, അല്ലെ? പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അള്ളാഹു ഉപമകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊരു ഉപമ അള്ളാഹു പറയാണ്, യാ അയ്യുഹന്നാസു ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ സുബാബാ. യാ അയ്യുഹന്നാസ്, ഹോ ജനങ്ങളെ, എല്ലാവരും അള്ളാഹു വിളിക്കണം. യാ അയ്യുഹന്നാസ്, മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും അള്ളാഹു വിളിക്കണം. ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു, ഞാൻ നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരട്ടെ. ഫസ്തമിഊ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സമഅ പോരാ, ഇസ്തിമാഅ വേണം. വെറുതെ കേട്ടാ പോരാ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്തിമാഅ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കുക. സമഅ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹു പറയാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അശ്രദ്ധമായാൽ ഞാൻ ഈ പറയുന്നതിന്റെ പോയിന്റ് മനസ്സിലാവില്ല. നമ്മളും ദഅവത്ത് ചെയ്യുന്നവരോട് പറയുന്നത് അതാണ്, അല്ലെ? പല വകുപ്പിലും അള്ളാഹു അല്ലാത്തവർ ആരെയെങ്കിലും അവരെന്നെ ഫിറ്റാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ പറയുന്നതിലുള്ള അബദ്ധം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് തേടുന്നവർ, മിൻ ദൂനില്ലാഹ്, എല്ലാരും പെട്ടുപോയി, അല്ലെ? ദൂന, അറബിയിൽ ദൂന എല്ലാരും ഔട്ടാക്കും. ദൂനല്ലാഹ്, മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ എല്ലാം. മലക്ക് മുതൽ അങ്ങോട്ട് ജിന്ന, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മശൈഖന്മാർ, ഷെയ്ഖന്മാർ, ബീവിമാര്, ബാവമാര് എല്ലാം. എന്നിട്ട് അത് പറയാ, ലൻ യഖ്ലുഖൂ സുബാബാ, ഈ പറഞ്ഞ ആരും തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല കേട്ടോ. ഒരു ഈച്ചന അള്ളാഹ് മനസ്സിലാക്കി കൊടുക്കാണ്. നിങ്ങൾ അള്ളാഹനല്ലാത്തവരെ വിളിക്കുന്നല്ലോ, തേടുന്നല്ലോ. നിങ്ങൾ രോഗം വരുമ്പോ ഇന്നാള്, പ്രയാസം വരുമ്പോ ഇന്നാള്, ഇന്ന് വരുമ്പോ ഇന്നാള്, ഇന്നാവശ്യത്തിൽ ഇന്നാള്. എന്തിനാ? ആലോചിച്ച് നോക്ക്. ലൻ യഖ്ലുഖൂ സുബാബ, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ഈ പറഞ്ഞവർക്ക് കഴിയില്ല. പിന്നെന്തിനാ നിങ്ങൾ അവരെ വിളിക്കുന്നത്? പോട്ടെ. അല്ലാഹു അക്ബർ. ഇൻഷിറാഹ് ഇല്ലാത്തവർക്ക്, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് ഇല്ലാത്തവർക്ക് കാര്യം മനസ്സിലാവില്ല. അതൊന്നും കൂടി ക്ലിയർ ആക്കുക. وَإِنْ يَسْلُبْهُمُ الذُّبَابُ شَيْئًا لَا يَسْتَنْقِذُوهُ مِنْهُ وَلَوِ اجْتَمَعُوا لَهُ. പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് കൂടി, നിങ്ങൾ ആരൊക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടോ എല്ലാവരും, ഓരോ ടീം, ഓരോരുത്തർക്ക് ഓരോന്ന്, ഓരോ വിഭാഗത്തിന് ഓരോ ചാരം, ഓരോ ഇയാൾക്ക് അയാള് ഔലിയ അല്ലെങ്കിൽ മറ്റേയാൾക്ക് ഇയാൾ ഔലിയല്ല. ഇപ്പൊ അങ്ങനെയാ. ചിലർക്ക് ചിലത് ഔലിയാക്കളാണ്, ചിലർക്ക് ചിലർ ഔലിയല്ല. അയാൾക്ക് ഇന്ന കറാമത്തുണ്ടെന്ന് ചിലരെ വാദിക്കാം, മറ്റാളെ വാദിക്കില്ല, അവർക്ക് കറാമത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അള്ളാഹു പറയാണ്, ആയിക്കോട്ടെ, നിങ്ങളെ വകുപ്പിലാക്കി ഇങ്ങനത്തെ കഴിവുണ്ടോ ആളെ കുട്ടിക്കും, നിങ്ങളെ വകുപ്പിലാക്കി ഇന്നത്തെ കഴിവ്, ഇങ്ങനെ കഴിവുണ്ടോ അയാളെ കുട്ടിക്കും, എല്ലാരും നിങ്ങൾ വിളിച്ചു. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ മൂർത്തികളായിട്ട് നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എല്ലാരെയും വിളിച്ചോ. വലൗ ഇജ്തമഊ ലഹു, എല്ലാരും ഒരുമിച്ച് കൂടട്ടെ. എന്നിട്ട് അത് പറയാ, വഇൻ യസ്ലുബുഹുമു സുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ, ഒരു ഈച്ച അതിന്റെ കാലുകൾ കൊണ്ട് എന്തെങ്കിലും തട്ടിയെടുത്ത് പറന്നു കളഞ്ഞാൽ, പോയി കളഞ്ഞാൽ, ആ ഈച്ചയിൽ നിന്നും അത് തിരിച്ചെടുക്കാൻ ഈ പറഞ്ഞ ആരെ കൊണ്ടും കഴിയില്ല. എന്നിട്ടുള്ള പറയാ, അപേക്ഷിക്കുന്നവനും തേടുന്നവനും തേടപ്പെടുന്നവരും
ബലഹീനന്മാരാണ്, കഴിയാത്തവരാണ്, മനുഷ്യന്മാരാണ്. തലവേദന വന്നാൽ സഹിക്കാത്തവൻ, ക്യാൻസർ വന്നാൽ മാറ്റിക്കൊടുക്കുക. ആലോചിച്ചോക്ക്. വയറ്റിൽ നോക്ക് വന്നാൽ ബാത്റൂമിൽ ഇരിക്കുന്നവൻ, വയറ്റിൽ കുടലില്ലാത്തവൻ കുടലുണ്ടാക്കി കൊടുക്കുക. അള്ളാഹ് പറയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നറിയോ? അടുത്ത ആയത്ത്, മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ആ ഒരു അളമത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ല. ആരാണ് അള്ളാഹു? ഞാൻ അള്ളാഹു അക്ബർ എന്ന 5 വക്ത നിസ്കാരത്തിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് പറയുന്ന എന്റെ അള്ളാഹ്, ആ ആരാണ് അള്ളാഹു എന്ന് അള്ളാഹുവിന് കൊടുക്കേണ്ട ഖദർ, ആ വലുപ്പം, ആ മഹത്വം നിങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മഖ്ലൂഖുകളെ വിളിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വരൂല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കൂല. നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഖദർ കൊടുത്തിട്ടില്ല. അപ്പൊ അള്ളാഹിന്റെ പുറമെ ആരൊക്കെയുണ്ടോ എല്ലാരെയും അള്ളാഹു ഔട്ടാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടുകാരിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, പറ്റൂല, നിങ്ങൾ ഈ ചെയ്യുന്ന വിഡ്ഢിത്തമാണ്. യാ ഖൗം ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, ഒന്നും കേൾക്കാത്ത, കാണാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്തവർ എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്? പ്രശ്നമായി നാട്ടിൽ, കുഴപ്പമായി നാട്ടിൽ, ആകെ കുലുമാലായി, സംസാരമായി. എന്താ ഇത്? ഇബ്രാഹിം പലതും പറഞ്ഞെടുക്കാണല്ലോ, ഇതിനൊരു പരിഹാരമാണല്ലോ. വഴികളിൽ, തുറുക്കുകളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഴിയോരങ്ങളിൽ നടക്കുമായിരുന്നു തൗഹീദ് പറഞ്ഞിട്ട്. അല്ലെ? നമ്മൾ കണ്ട നമ്മൾ പറയും കുറച്ച് സുഖമില്ല, എനിക്ക് ഓവറാണ്, കുറച്ച് ഓവറാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഴികൾ നടക്കും, ആളുകളെ കാണുമ്പോഴൊക്കെ തൗഹീദ് പറയും. അല്ലെ? ഫലമ്മ, അല്ലെ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ അല്ലെ, ജനങ്ങളോട് പറയാ, നക്ഷത്രത്തെ കാണുമ്പോ ഇതാണ് എന്റെ റബ്ബ്. അത് അസ്തമിക്കുമ്പോ ഇല്ല, അസ്തമിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. ചന്ദ്രൻ ഉദിക്കുമ്പോ ഇതാണ് എന്റെ റബ്ബ്, ചന്ദ്രൻ അസ്തമിക്കുമ്പോ ഇല്ല. ഇബ്രാഹിം പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ചാലേ, പക്ഷെ ഇല്ല, അംഗീകരിക്കൂല. സൂര്യനെ കാണുമ്പോ ഹാദാ അക്ബർ, സൂര്യൻ അസ്തമിച്ചപ്പോ ഇല്ല. അള്ളാഹനെ പറഞ്ഞു കൊടുക്കാണ്. ഒരു ഭ്രാന്തനെ പോലെ തൗഹീദ് പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ചിലരൊക്കെ തൗഹീദേ പറയാറുള്ളൂ. അത് പഠിക്കാതെ വേറെന്ത് പഠിച്ചിട്ടും കാര്യമില്ല, അത് തിരിയാതെ വേറെന്ത് തിരിഞ്ഞിട്ടും കാര്യമില്ല. ആളുകൾക്കൊക്കെ ഇബ്രാഹിം ആകുന്ന ചെറുപ്പക്കാരൻ നാട്ടിലുണ്ടാക്കിയ കുഴപ്പം അതെല്ലായിടത്തും വീടുകളിൽ ചർച്ച, നാട്ടിൽ ചർച്ച, ആളുകൾ രണ്ടാൾ കൂടുമ്പോ ചർച്ച. ഇബ്രാഹിം പ്രശ്നക്കാരനാണ്, ഇബ്രാഹിം പ്രശ്നക്കാരനാണ്. നമ്മൾ വിളിച്ചു തേടുന്ന ജാറങ്ങൾ പറ്റൂല എന്നാണ് പറയുന്നത്. നമ്മൾ തേടുന്ന ഔലിയാക്കൾക്കൊന്നും ഒരു കഴിവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വിളിക്കുന്ന നമ്മളെ ജാറങ്ങൾക്കൊന്നിനും കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇബ്രാഹിമിനെ ഇങ്ങനെ വിട്ടാ പറ്റൂല, ഇങ്ങനെ വിട്ടാ പറ്റൂല, ശരിയാക്കണം. ഇബ്രാഹിം ഇങ്ങനെ പോയാൽ നമ്മുടെ ജാറങ്ങളിലേക്ക് ആള് വരാതാവും. ഇബ്രാഹിം ഇങ്ങനെ ദഅവത്തും കൊണ്ട് മുമ്പോട്ട് പോയാൽ, ആളുകൾ ഇബ്രാഹിമിനെ പിൻപറ്റാൻ തുടങ്ങിയാൽ, പിന്നെ നമ്മുടെ ജാറത്തിലേക്ക് വരാൻ ആളെ കിട്ടാതെ പോകും. ജാറത്തിൽ ഈ കാണുന്ന ജനങ്ങൾ കൊണ്ടിടുന്ന പൈസ ഇല്ലാതാകും. ജാറത്തിന്റെ ബിസിനസ് അത് നഷ്ടത്തിലേക്ക് പോകും. നമ്മൾ പൈസ കൊടുത്തുണ്ടാക്കിയ വലിയ കുബ്ബകളുള്ള പള്ളികളും അതിനലങ്കരിച്ച ലൈറ്റുകളും എല്ലാം നഷ്ടത്തിലാകും. അതുകൊണ്ട് ഇബ്രാഹിമിനെ ഈ രൂപത്തിലേക്ക് വിടാൻ പാടില്ല. ആ നാട്ടുകാർ ചർച്ച ചെയ്തതാ, ആ നാട്ടുകാർ ചർച്ച ഇന്നും ചർച്ച തന്നെയാ, ഇന്നും ചർച്ച തന്നെയാണ്. നമ്മളുടെ വരുമാനം അത് നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇബ്രാഹിമിനെ തടയണം. ഇബ്രാഹിമിന്റെ നാക്കിന് കൂച്ചു വിലങ്ങിടണം. ഇബ്രാഹിമിന്റെ പ്രബോധനത്തിന്റെ മുന്നേറ്റം അത് തടയണം. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇബ്രാഹിമിനെ കത്തിച്ച് കരിക്കണം, എന്നിട്ട് നിങ്ങളുടെ ജാറങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം. പ്രധാന തീരുമാനം അതാണ്. നിങ്ങൾ ഇബ്രാഹിമിനെ എന്ത് ചെയ്യണം? കത്തിക്കണം. എന്താ ചെയ്യാൻ? നാട്ടുകാരൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരുത്തം പറഞ്ഞു, മുഫസ്സിരീങ്ങൾ ഇസ്രായേലിയാത്തിൽ പറയുന്നുണ്ട് അത് ആരാന്നുള്ളത്. ഇസ്രായേലിയാത്തിൽ താരീഖിൽ വന്ന, ചരിത്രത്തിൽ വന്നതിനിടയിൽ പറഞ്ഞത്, ആ അഭിപ്രായം പറഞ്ഞു, ഇബ്രാഹിമിനെ കരിക്കാം, നമുക്ക് കത്തിച്ചു കളയാം എന്നുള്ള അഭിപ്രായം പറഞ്ഞൊരുത്തൻ, അവന്റെ പേരുണ്ട് തഫ്സീറിൽ. അത് പറയുന്നത് ആ മനുഷ്യനെ അള്ളാഹു ഭൂമിയെ കാഴ്ത്തിക്കളഞ്ഞു. പക്ഷെ സഹീഹല്ല, താരീഖിലുള്ളതാണ്. അങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കാം. രാജകൊട്ടാരത്തിൽ തീരുമാനമായി, ഇബ്രാഹിമിനെ നമുക്ക് കത്തിച്ചു കളയാം, തീയിലിട്ട് കരിക്കാം. അതോടെ ഇബ്രാഹിം ആകുന്ന മുവഹിദ് ഇല്ലാതാകും. അതുകൊണ്ട് നമുക്ക് ജാറങ്ങളെ നമുക്ക് കൊഴുപ്പിക്കാം. അതിനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമുക്ക് ചുറ്റുമുള്ള പലരും തൗഹീദി കൂട്ടായ്മക്കെതിരെ ശക്തമായ
തീരുമാനങ്ങൾ, നീക്കങ്ങൾ എന്തിനാണ്? ഇബ്രാഹീമുകൾ ഇല്ലാതാവണം. ഇബ്രാഹീമുകൾ ഇല്ലാതായാലേ നമ്രൂദുകൾക്ക് വളർച്ചയുള്ളൂ. മൂസമാരില്ലാതാവണം, അപ്പോഴേ ഫിർഔനുമാർക്ക് വളർച്ചയുള്ളൂ. മുഹമ്മദ്മാരില്ലാതാവണം, അപ്പോഴേ കിസ്രയും കൈസറും തകർത്ത് വളരുള്ളൂ, അവര് തഴച്ച് വളരുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ്മാരില്ലാതാകണം, ഉമർമാരില്ലാതാവണം, ഉസ്മാനുമാരും അലിമാരും അബൂബക്കർമാരും ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാവണം. നൂഹ്മാരില്ലാതാവണം, ഇബ്രാഹിമമാരില്ലാതാവണം. ഒരു കഴിവാടി നാറ് ഹേ നമ്രൂദ് ഹേ, നാറ് ഹേ, നാറ് ഹേ നമ്രൂദ് ഹേ, മൂസ നഹി ഹേ. ഇന്ന് നാറുണ്ട്, നമ്രൂദും ഉണ്ട്, തീയുണ്ട്, നമ്രൂദും ഉണ്ട്. മൂസ നഹി, ഇബ്രാഹിം നഹി ഹേ. നാറ് ഹേ നമ്രൂദ് ഹേ, ഇബ്രാഹിം നഹി ഹേ. ഇന്ന് ആ നമ്രൂദിനെ ചെറുക്കാൻ ഇന്ന് ഇബ്രാഹിം ഇല്ല. നൈൽ ഹേ ഫിർഔൻ ഹേ, മൂസ നഹി ഹേ. നൈൽ നദി ഇന്നുണ്ട്, അതേപോലെ ഫിർഔനുകളും ഇന്നുണ്ട്. പക്ഷേ അതിനെ ചെറുക്കാൻ ഒരു മൂസ ഇന്നില്ല. മൂസകൾ വേണം, ഇബ്രാഹിമുകൾ വേണം. അതിനെതിരാണ് ഇവര്. അങ്ങനെ തീരുമാനമായി ഇബ്രാഹിമിനെ പിടിച്ചു കെട്ടണം. നാട്ടുകാരെ മുഴുവനും ഇബ്രാഹിം ആകുന്ന വിപ്ലവ പോരാളിക്കെതിരെ. എന്താണ് വിപ്ലവം? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോടല്ലാതെ പ്രശ്നങ്ങൾ പറയരുത്. അന്നുണ്ടായിരുന്ന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പൂജിക്കുന്നവരോട് പൂജ, നേർച്ച സർവ്വതും അള്ളാഹ്ക്ക് മാത്രം. കാരണം ഈ പറയുന്ന വിഗ്രഹങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല, നിങ്ങളെ കേൾക്കൂല, കാണൂല, ഒന്നും ചെയ്യൂല. എല്ലാം കഴിവുള്ളവനായ അള്ളാഹ്, ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിയണം. അതാണ് ഇബ്രാഹിം നബിയുടെ വിപ്ലവം. അല്ലാണ്ട് വാളും കുന്തും എടുത്തിട്ടുള്ള വിപ്ലവം എന്നല്ല. അതിന്റെ ആവശ്യമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചു പട്ടാളക്കാർ, നമ്രൂദിന്റെ പട്ടാളക്കാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചു കൊണ്ടുപോയി. തീരുമാനം അത് തന്നെ, ഇബ്രാഹിമിനെ നമുക്ക് കത്തിക്കണം, കരിക്കണം. ഇനി ഇബ്രാഹിം വേണ്ട. അങ്ങനെ തീരുമാനമായി. തീക്കുണ്ടാരമൊരുങ്ങി. മുഫസ്സിരീങ്ങൾ പറയാണ്, എത്രത്തോടെന്ന് വെച്ചാൽ എന്തെങ്കിലും രോഗം ബാധിച്ച സ്ത്രീകൾ നേർച്ച ചെയ്യുമായിരുന്നു, എന്റെ രോഗം മാറിയാൽ ഞാൻ ഇബ്രാഹിമിനെ കത്തിക്കുന്ന തീക്കുണ്ടാരത്തിൽ വെറുതെ നേർച്ച ചെയ്യും. അങ്ങനെ നേർച്ചകൾ നടന്നു. കാരണം നാട്ടുകാർ മുഴുവനും എതിരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക്. അങ്ങനെ തീക്കുണ്ടാരം കത്തി, ദിവസങ്ങൾ കത്തി. കാരണം ഒരുക്കണം, ഒരാളെ കത്തിക്കാൻ പോവാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൊഴുത്ത് വിടാനുള്ള സംവിധാനം ഒരുങ്ങി. അതായത് ആ തീക്കുണ്ടാരത്തിന്റെ അടുത്തേക്ക് പോലും ആളുകൾക്ക് പോകാൻ പറ്റാണ്ടായി, അല്ലെ, ചൂടടിക്കും. അങ്ങനെ തീ കത്തി കത്തി കനലുകൾ നിറഞ്ഞ് ആ രൂപത്തിൽ ജ്വാലകളുള്ള തീയായി മാറി. അതുകൊണ്ട് എടുത്തു പോയിട്ട് നടക്കൂല. അപ്പൊ അതിനുള്ള സംവിധാനം മുഫസ്സിരീങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ആദ്യമായിട്ട് അത് ഉണ്ടാക്കിയത്? ചർച്ചയുണ്ട്. ഇബ്രാഹിം നബിനെ കെട്ടിയിട്ട് അമ്പെയ്യുന്ന സെറ്റപ്പിൽ വിടാനുള്ള സംവിധാനം ഉണ്ടാക്കിയ ആൾ ആര്? ഇസ്രായേലിയാത്താണ് അധികം. നമുക്കതിൽ കാര്യമൊന്നുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടാനൊരുങ്ങാണ്. നാട്ടുകാരെല്ലാം കൂടി എല്ലാവരും കാണാണ്. ഇത്രയും നാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത പ്രബോധകൻ, തൗഹീദിന് വേണ്ടി ശക്തമായി നിലകൊണ്ട പ്രബോധകൻ, എവിടെയും ഇബ്രാഹിം ഒരു ചർച്ച. ജാറങ്ങൾക്കെതിരെ ഇബ്രാഹിം എവിടെയും സംസാരിക്കുന്നു. ഒരു സ്വസ്ഥതയില്ല, നമുക്ക് ഒരു സ്വസ്ഥതയില്ല. ആളുകളോട് ജാറങ്ങൾക്കെതിരെ സംസാരിച്ച്, ശിർക്കിനെതിരെ സംസാരിച്ച് നടന്ന ഇബ്രാഹിമിന്റെ വിഷയത്തിൽ ഇന്നൊരു തീരുമാനമാവുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. ഇബ്രാഹിം കത്തിയെറിഞ്ഞില്ലാന്നാവുന്നത് കാണണം. ഇബ്രാഹിം നബി ഒരു മനുഷ്യനാണ്. നമ്മളെ പോലീസ് വന്നിട്ട് പിടിച്ചോണ്ട് പോയാലുള്ള അവസ്ഥ എന്താ? എത്ര വീരപ്രസംഗം നടത്തുന്ന ഒന്ന് ബേജാറാവും അല്ലെ? ഇബ്രാഹിം നബിനെ പിടിച്ചോണ്ട് പോയി. എല്ലാം ഒരുങ്ങി. ആ ദിവസം വന്നു. കൽപ്പനയുണ്ടായി ഇബ്രാഹിം നബീനെ തീയിലേക്ക് എറിയാൻ. ഇബ്രാഹിം നബിനെ തീയിലേക്ക് എറിയ കൽപ്പനയുണ്ടായി. അമ്പെഴുത്തു വിട്ടു. തഫ്സീറിലുണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഹുവ ഫിൽ ഹവ, പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ വരുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക്. എന്നിട്ട്
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, അലക ഹാജ യാ ഇബ്രാഹിം, ഇബ്രാഹിമെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇബ്രാഹിം, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇബ്രാഹിം, എന്തെങ്കിലും ചെയ്യണോ? തീയാണ്, തീ കരിക്കുമെന്ന് ഇബ്രാഹിമിന് അറിയാം. തീയിന്റെ സ്വഭാവം അത് ചൂടാണെന്ന് ഇബ്രാഹിമിന് അറിയാം. അന്നേ വരെ ഒരു തീയും തണുത്തിട്ടില്ല. അന്നേ വരെ എവിടെയും ഒരു തീ തണുത്തതായിട്ട് ചരിത്രത്തിലില്ല. ഇബ്രാഹിം നബിക്കറിയാം തീയിന്റെ സ്വഭാവം അത് ചൂടാണ്. മാത്രവുമല്ല, ദിവസങ്ങൾ കത്തിയെരിഞ്ഞ ഈ തീജ്വാലകൾ എന്നെ കരിക്കുമെന്നും ഇബ്രാഹിമിന് അറിയാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, ഇബ്രാഹിമെ എന്തെങ്കിലും ചെയ്യണോ? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മം. അതിലേക്കാണ് നമ്മൾ എത്തിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് ജിബ്രീലിന് കൊടുത്ത മറുപടി അതാവണം മുവഹിദീങ്ങൾ ഇബ്രാഹിം നബിയിൽ നിന്ന് പഠിക്കേണ്ടത്. ഇബ്രാഹിം നബിയിൽ നമ്മൾ എത്തേണ്ട ദറജ അതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം എന്തെങ്കിലും ചെയ്യണോ എന്ന ജിബ്രീലിന്റെ ചോദ്യത്തിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി അമാ ഇലൈക ഫല, ജിബ്രീലെ നിന്നിലേക്കാണോ നീ ആവശ്യം ചോദിക്കുന്നത്? ഫല, ഇബ്രാഹിമിന് നിന്നിലേക്ക് ഒരു ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, ഇബ്രാഹിമിന് അല്ലാഹു മതിയായവനാണ്, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്. ഇബ്രാഹിം നബിന്റെ വായിൽ നിന്ന് ആ സമയത്ത് വന്ന വാചകമാണ് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ അല്ലാഹ് മതി. തീയെ ചൂടാക്കിയവൻ റബ്ബാണ്, തീയിന്റെ ഖാലിഖ് അല്ലാഹുവാണ്, തീ അല്ലാഹുവിന്റെ മഖ്ലൂഖാണ്. അതും ഇബ്രാഹിം നബിക്ക് ബോധ്യമുണ്ട്. ഏതുപോലെ തീയിന്റെ സ്വഭാവം അത് ചൂടാണെന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യമുണ്ടോ, അതിനേക്കാൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബോധ്യം ആ തീയിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന ബോധ്യമാണ്. ആ തീക്ക് ചൂട് കൊടുത്തവൻ അല്ലാഹുവാണ് എന്ന ബോധ്യമാണ്. ആ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിന്റെ ആ വാചകങ്ങൾക്ക് കൊടുത്ത മറുപടി അമാ ഇലൈക ഫല ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എൻ്റെ അല്ലാഹ് മതിയായവനാണ്, എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണ്. എന്താ സംഭവിച്ചത്? ഇത് കഥയാ, ഒരു കാലത്ത് നടന്ന സംഭവമാണ്. ഒരുപാട് കൗമ കേട്ട സംഭവമാണ്. ഒരുപാട് ആളുകൾ കണ്ട സംഭവമാണ്. ആളുകൾക്കിടയിൽ നടക്കുകയാണ്. ഉടനെ തന്നെ ഇബ്രാഹിം ആകുന്ന പ്രവാചകനെ ഓരോ ഘട്ടത്തിലും അള്ളാഹു പരീക്ഷിച്ചപ്പോഴും ആ പരീക്ഷണങ്ങളിൽ പതറാതെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൽപ്പനകൾ തനതായ രൂപത്തിൽ അംഗീകരിച്ച് ചെയ്ത പ്രവാചകൻ ഇബ്രാഹിം, തീജ്വാലകൾക്ക് മുമ്പിലും ആ പ്രവാചകനായ ഇബ്രാഹിം പതറിയില്ല. അല്ലെ, ഞാൻ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ മനസ്സിന് അള്ളാഹ്ക്ക് വേണം. അള്ളാഹു പരീക്ഷിക്ക, അല്ലെ, ഉരുക്കി എന്താണ് ഇബ്രാഹിം എന്ന് ലോകർക്ക് പഠിപ്പിക്കണം. അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കണം എന്റെ ഇബ്രാഹിം ആരാണെന്ന്, എന്റെ ഖലീലായ ഇബ്രാഹിം ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. ഇതിനേക്കാൾ വലിയ പ്രയാസം വരാനില്ല, അല്ലെ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എത്തേണ്ട താമസം, അള്ളാഹുവിന്റെ കൽപ്പന തീയോട്. സൂറത്തുൽ അംബിയ, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമ, ഖുൽനാ നാം പറഞ്ഞു, യാ നാറു ഹോ തീക്കുണ്ടാരമേ, കൂനി നീ ആവണം, ബർദൻ വസലാമ നീ തണുപ്പും സുരക്ഷയുമാവണം, അലാ ഇബ്രാഹിം എന്റെ ഇബ്രാഹിമിന് വേണ്ടി, എന്റെ ഇബ്രാഹിമിന് തീയെ നീ തണുപ്പാവണം. വെറും തണുപ്പായ പോരാ, സുരക്ഷിതമുള്ള തണുപ്പാവണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ തീയിനോട് അല്ലാഹു ബർദൻ വസലാമൻ, സലാമൻ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ആ തണുപ്പിൽ ഇബ്രാഹിം നബി ബുദ്ധിമുട്ടിപ്പോയേനെ. പക്ഷെ അള്ളാഹു പറഞ്ഞ എന്താണ്? വെറും തണുപ്പില്ല. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഉറച്ചൊന്നും തണുപ്പുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞു ബർദൻ പോരാ, തണുപ്പ് പോരാ, വസലാമൻ സുരക്ഷിതമായ തണുപ്പാവണം. ഇബ്രാഹിമിന് തണുപ്പ് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ആ രൂപത്തിൽ കുളിരാവണം തീയെ നീ ഇബ്രാഹിമിനെ നീ സുഖിപ്പിക്കണം തീയെ, നിന്റെ ചൂട് അവിടെ മാറ്റി വെക്കണം നീ. അള്ളാഹിന്റെ കൽപ്പന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എന്ത് പറഞ്ഞപ്പോ? ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എൻ്റെ അല്ലാഹ് മതി. ഇങ്ങനെയൊക്കെ ആവാലോ, ഇങ്ങനെയൊക്കെ ഇയാളെ വിളിക്കാലോ, ഇങ്ങനെയൊക്കെ ഇന്നതിനെ വിളിക്കാലോ. അപ്പോഴൊക്കെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ, ഹസ്ബി അല്ലാഹ്. നിങ്ങളോട് തർക്കിക്കാനും നമ്മളില്ല, നിങ്ങളോട് പ്രസംഗിക്കാനും നമ്മളില്ല, നമ്മൾ ഒന്നിനുമില്ല. ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ അല്ലാഹ് മതി.
അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹ് പോരെ നബിയെ, ചോദിക്ക്, മതി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചർച്ചക്കും നമ്മളില്ല. എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാക്കിയിട്ട് ഇയാളെ വിളിക്കാനോ നമ്മളില്ല. നമുക്ക് അല്ലാഹ് മാത്രം മതി. അവിടെയാണ് നമ്മളുള്ളത്. ഹസ്ബി അല്ലാഹു വനിഅമൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഈ വാചകത്തെ ആവർത്തിച്ചു. പണ്ഡിതന്മാര് പറഞ്ഞു, ഈ വാചകം പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വാചകം പറഞ്ഞത് രണ്ടുപേരാണ്. ഈ വാചകം പറഞ്ഞത് രണ്ടുപേരാണ്. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹീന യുൽഖിയ ഫിന്നാർ, ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ പോയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാചകമാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എപ്പോഴാ? ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങാണ്. ഞാൻ പറയാം, ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങാണ്. ഉഹദ് യുദ്ധം രണ്ടാമത്തെ ഘട്ടം ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. എന്നാലും മുസ്ലിമീങ്ങൾ വിജയിച്ചു, അല്ലെ? മുസ്ലിമീങ്ങൾ വിജയിച്ചു. അങ്ങനെ പ്രയാസം ഉണ്ടാക്കിയിട്ട് മടങ്ങി വരുന്ന വേളയിൽ മദീനയിൽ നിന്നും ഒരു 8 മൈൽ അപ്പുറം ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലം, ഇന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല, ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ എത്തി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ പൂർണ്ണമായിട്ട് മദീനയിലേക്ക് തിരിച്ചു പോയാൽ ഒരുപക്ഷെ ഈ ശത്രുക്കൾ കുറെ പ്രയാസപ്പെട്ടിട്ടാണ് പോയത്, അവർക്ക് വിജയം ഉണ്ടായില്ല, പരാജയത്തിന്റെ കയ്പുനീർ അവരിലുണ്ട്. ഒരുപക്ഷെ അവർ തിരിച്ചു വന്നാൽ നമ്മളൊന്ന് ഒരുങ്ങണ്ടേ? നമ്മൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇവര് തിരിച്ചു വന്നാൽ അത് ഭയങ്കര അറ്റാക്ക് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം, അവരെ പ്രതീക്ഷിക്കാം. ഭയങ്കര സംഭവമാണ് ഇത്, ഒരു വിശാലമായ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദിൽ ആരൊക്കെയാണോ നമ്മുടെ കൂടെ പങ്കെടുത്തത് അവര് മാത്രം മതി, വേറെ ആരും വേണ്ട. ആ സമയത്താണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വരുന്നത്. നബിയെ ഞാനുണ്ട്. നബി പറഞ്ഞു വേണ്ട. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ ഞാൻ ഉഹദിൽ പങ്കെടുക്കാതിരുന്നത് എന്റെ ഉപ്പ എന്നെ വീട്ടിൽ പെൺമക്കളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഉപ്പ ഉഹദിൽ മരണപ്പെട്ടു. പക്ഷെ 5 മക്കളാണ്, പെൺകുട്ടികളാണ് ഉപ്പാക്ക്. ആ പെൺകുട്ടികളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത്. നബി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സഹാബാക്കൾ ശക്തമായ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ്. ആ സമയത്താണ് നബി തങ്ങൾ പറയുന്നത്, സഹാബാക്കൾ പറഞ്ഞു ഉസ്സമഅൻ വതഅ യാ റസൂലല്ലാഹ്, നമ്മൾ റെഡിയാണ്. ഈ സംഭവം ഇതേപോലെ മക്ക മുശ്രിക്കീങ്ങൾ അവർ യാത്ര ചെയ്ത് അങ്ങ് എത്തിയപ്പോഴും അവരും തീരുമാനിച്ചു, നമുക്ക് തിരിച്ചു പോയാലോ, നമുക്ക് അവർ പരസ്പരം ചർച്ചയായി. നമ്മൾ ശരിക്കും വിജയിച്ചിട്ടില്ല കേട്ടോ, നമുക്ക് കുറെ അടങ്ങാറായിട്ടുണ്ട്, നമുക്ക് തിരിച്ചു വിട്ടൊന്ന് അറ്റാക്ക് ചെയ്താലോ എന്ന് അവിടെയും ചർച്ചയുണ്ടായി. ഒരു വ്യക്തി, പേര് ഓർക്കുന്നില്ല, ഇവിടെ വന്നിട്ട് നബിയോടും സഹാബാക്കളോടും നസീഹത്തുള്ള, അതായത് വെറുപ്പില്ലാത്ത ഒരു മുസ്ലിം ആയിട്ടില്ല, മുശ്രിക് തന്നെയാണ്, പക്ഷെ അവരുടെ കൂടെയും ഇല്ല, യുദ്ധം ചെയ്യാനൊന്നുമില്ല. ഇവര് പറഞ്ഞു, നിങ്ങൾ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ തമ്പടിക്കുന്ന സമയത്ത് ഇദ്ദേഹം കണ്ടു, സംസാരിച്ചു. ഇദ്ദേഹം അവരുടെ കൂട്ടത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, മുഹമ്മദും കൂട്ടരും അവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾക്ക് വീണ്ടും പരാജയം ഉണ്ടാവും, അതുകൊണ്ട് വെറുതെ പോവാൻ നിൽക്കണ്ട. അവരും ചർച്ച ചെയ്തു, എന്ത് അഥവാ അവർ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പരാജയമായിരിക്കും. അബൂ സുഫിയാനും ടീമും ഒരു കൂട്ടം ആളുകളെ തയ്യാറാക്കിയിട്ട് പറഞ്ഞു, നമുക്ക് പോകണം. മുനാഫിഖീങ്ങളായ ചിലർ എന്ത് ചെയ്തു, നബിയുടെയും സഹാബാക്കളുടെ അടുക്കൽ വന്നുകൊണ്ട് ഇവരെ പേടിപ്പിച്ചു. നോക്കിയേ, അവര് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്ന് പേടിപ്പിച്ചു. കാരണം ഇവര് പേടിക്കും, കാരണം യുദ്ധം ചെയ്ത് ക്ഷീണിച്ച അവസ്ഥയിലുള്ളത്. അപ്പൊ മുനാഫിഖീങ്ങൾ ഇതൊരു അവസരമായി കണ്ടിട്ട് സഹാബാക്കളെ പേടിപ്പിക്കാൻ ഒരുങ്ങി. ആ സമയത്ത് അല്ലെ ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ഫഖ്ശൗഹും, നിങ്ങൾ അവരെ പേടിക്കണം, കാരണം അവര് വരാനൊരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നമുക്ക് അല്ലാഹു മതി. അലി റളിയല്ലാഹു അൻഹു ആണ് ഈ വാക്ക് പിന്നെ പറഞ്ഞത് എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ഈ വാചകത്തെ വിശദീകരിക്കുന്നുണ്ട്. ഇത് പ്രത്യേക സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ കൂലി, അല്ലെങ്കിൽ ഇത് ചൊല്ലിയാൽ എന്നല്ല. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ സന്ദർഭങ്ങൾ, ഈ പ്രവാചകന്മാർ ഈ ഇത് പറഞ്ഞ സന്ദർഭങ്ങൾ അവരെ പ്രയാസഘട്ടത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രയാസഘട്ടത്തിൽ ഇത് പറഞ്ഞവനെ അള്ളാഹു ഏറ്റെടുക്കും. ഹസ്ബി അല്ലാഹ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അതേപോലെ ഒരുപാട് പണ്ഡിതന്മാർ, നസായി അമലുൽ ലൈലി വല്ലൈൽ അതിലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്,
ഒരുപാട് കിതാബുകളിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ഈ ദുആന്റെ ഫളിൽ പറഞ്ഞെടുത്ത് പറഞ്ഞു, പ്രയാസപ്പെടുന്നവൻ ഇത് പറഞ്ഞാൽ അള്ളാഹു അവന്റെ പ്രയാസത്തെ നീക്കും. ഇബ്രാഹിം നബിയെ അള്ളാഹു ഇത് പറഞ്ഞപ്പോൾ രക്ഷപ്പെടുത്തി, ഈ വാചകം പറഞ്ഞപ്പോൾ രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ മുനാഫിഖീങ്ങൾ, ഒരു കൂട്ടം ആളുകൾ ഗനീമത്ത് സ്വത്തിന്റെ വിഷയത്തിലൊക്കെ പ്രശ്നമുണ്ടായി. സൂറത്ത് തൗബ അൻഫാൽ ചർച്ചയാണ്. ഗനീമത്ത് സ്വത്തിന്റെ വിഷയത്തിൽ ഇതുണ്ടായപ്പം അള്ളാഹു പറഞ്ഞു അവരോട്, അവരെങ്ങാനും ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഹസ്ബി അല്ലാ എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അള്ളാഹു അവരുടെ വിഷയത്തിൽ പറഞ്ഞു. അപ്പൊ ഈ വാചകം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട വാചകമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ, നമ്മളെ പഠിപ്പിച്ച വാചകം ഹസ്ബി അല്ലാ. തൗഹീദിന്റെ അത്രയും തവക്കുലിന് എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന, എനിക്ക് എന്റെ അല്ലാഹ് മതി. ഫനിഅമൽ വക്കീൽ, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എനിക്ക് മതിയായവനാണ് എന്നുള്ള ഈ വാചകം നമ്മൾ അത് പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. നമുക്ക് നഫ്അ തരാനും ആവശ്യങ്ങൾ പൂർത്തിയാക്കാനും അപകടങ്ങൾ തടയാനും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ശത്രുക്കൾക്ക് മുമ്പിൽ, ളാലിമീങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഇത് പറയാം, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് നസീബാക്കട്ടെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇതുപോലുള്ള ഒരുപാട് ദുആകൾ പഠിക്കാനും ജീവിതത്തിൽ അതിന്റെ അർത്ഥവും അതിന്റെ തേട്ടവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.